വിനോദ് സർ, കേരളത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ കേന്ദ്രത്തെ ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ നമ്മുടെ കേന്ദ്ര ധനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. കേരളത്തിന്റെ പ്രതിനിധി KV തോമസും ഒപ്പമുണ്ടാകുമെന്ന് അറിയുന്നു. സുപ്രീം കോടതി വരെ കയറിയ വിഷയമാണ്, അറിയാമല്ലോ. എങ്ങനെയായിരിക്കും ചർച്ചയുടെ ഒരു ഭാഗം? ഇതൊരു വളരെ പ്രസക്തവും ക്രൂഷ്യലുമായിട്ടുള്ള ഒരു ചർച്ചയാണെന്നാണ് ഞാൻ കരുതുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കേന്ദ്രത്തെ അറിയിക്കാൻ മുഖ്യമന്ത്രി നേരിട്ട് കേന്ദ്രമന്ത്രിയെ, കേന്ദ്രത്തിന്റെ സാമ്പത്തികാര്യ മന്ത്രിയെ ചെന്ന് കാണുന്നു എന്ന് പറയുന്നത് അതിനകത്ത് ഒരുപാട് പ്രസക്തിയുണ്ട്. സാധാരണഗതിയിൽ ഇതാരാ ചെയ്യേണ്ടത്? ഒന്നുകിൽ എല്ലാം ഭംഗിയായിട്ട് നടക്കുകയാണെങ്കിൽ മന്ത്രിമാര് പോകേണ്ട കാര്യം പോലുമില്ല. ഇവിടുത്തെ നമ്മുടെ ഫിനാൻസ് സെക്രട്ടറി, അവിടുത്തെ കേന്ദ്രത്തിന്റെ ഫിനാൻസ് സെക്രട്ടറി അയച്ചാൽ കാര്യം കഴിയും. ഇവരുടെയൊക്കെ ജോലി ഭരണമാണ്. അല്ലെങ്കിൽ തീരെ നിവർത്തിയില്ലെങ്കിൽ എല്ലാം ശരിയായിട്ട് നടന്നാലുള്ള കാര്യമാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അത് നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ധനമന്ത്രി അവിടുത്തെ ധനമന്ത്രിയെ കാണണം. ഇതാണ് മറ്റൊരു കാര്യം. അല്ലെങ്കിൽ അവിടുത്തെ നമ്മുടെ ഫിനാൻസ് സെക്രട്ടറിയെ കണ്ടാലും മതി, കാര്യം നടക്കും. ഇപ്പോ ഇവിടെ നമ്മുടെ ധനമന്ത്രി എന്തുകൊണ്ട് പിണറായി വിജയൻ എന്ന നമ്മുടെ CM തന്നെ ഡയറക്റ്റ് ആയിട്ട് പോകേണ്ടി വരുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. ഒന്ന്, നമ്മുടെ ഇപ്പോഴത്തെ ധനസ്ഥിതി എന്ന് പറഞ്ഞാൽ വളരെ ദയനീയമാണ്. സാധാരണഗതിയിൽ നമ്മുടെ ട്രഷറിയിൽ നിന്ന് ഓരോ മാസവും ആദ്യത്തെ 5-ാം തീയതി, ചിലപ്പോൾ 7-ാം തീയതി വരെ ഡിസ്പെൻസ് ചെയ്യുന്നത് ശമ്പളം, പെൻഷൻ, ഇത് രണ്ടിനുമാണ് ആദ്യത്തെ ദിവസങ്ങൾ. അത് കഴിയുമ്പോഴാണ് ഈ ബില്ലുകൾ, ഓരോ മാസത്തെയും നമ്മുടെ സർക്കാരിന് കൊടുക്കുന്ന ബില്ലുകൾ, കോൺട്രാക്ടർമാരുടെ ബില്ലുകൾ, കൊടുക്കേണ്ട ബില്ലുകൾ, ഇതൊക്കെ കൊടുക്കുന്നത്. 2025 മാർച്ചില് 3700 കോടി 3700 കോടിയുടെ ബില്ലുകൾ പെൻഡിങ് ഉണ്ട്. ഏകദേശം 11,933 12,000 ബില്ലുകളാണ് കൊടുത്തു തീർക്കാനുള്ളത്. മാത്രമല്ല മറ്റൊരു കാര്യം നമ്മൾ ആലോചിക്കണം. നമ്മുടെ ധനക്കമ്മി 25-26 സാമ്പത്തിക വർഷത്തിലേക്കുള്ള ധനക്കമ്മി, അതായത് നമ്മൾ ഡെഫിസിറ്റ് എന്ന് പറയും, ഫിനാൻഷ്യൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് ഏകദേശം 27,000 കോടി രൂപയാണ് കേരള സംസ്ഥാനത്തിന്റെ. നമ്മൾ ഈ പ്രാവശ്യത്തേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്ന പൊതു കടം എന്ന് പറയുന്നത് ഏകദേശം 41,000 കോടി രൂപ. ഞാൻ അടിസ്ഥാനപരമായിട്ടുള്ള ധനകാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പൊ വലിയ ഒരു ദുരന്തത്തിലാണ്. ഈ കഴിഞ്ഞ ദിവസവും വാർത്ത ഉണ്ടായിരുന്നു, ഈ പ്രാവശ്യം ശമ്പളം കഷ്ടിച്ചു കൊടുത്തു, ഇനി ബില്ലുകളൊന്നും കൊടുക്കാനുള്ള കാശ് ഉണ്ടാകാൻ സാധ്യത കുറവാണെന്നൊക്കെ പറഞ്ഞ പല മാധ്യമങ്ങളിലും വാർത്ത വന്നിരുന്നു. നമ്മുടെ വരുമാനത്തിന്റെ, സംസ്ഥാനത്തിന്റെ വരുമാനത്തിന്റെ 75% പോകുന്നെന്ന് പറയുന്നത് ശമ്പളം, പെൻഷൻ, പിന്നെ വേണേ പലിശ. നമ്മൾ സർക്കാർ കടമെടുത്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതിന്റെയൊക്കെ പലിശ കൊടുത്ത. അപ്പൊ ചുരുക്കം പറഞ്ഞാൽ വളരെ ദയനീയമായ ഒരു സാമ്പത്തിക സ്ഥിതിയാണ് കേരളത്തിന്റെ. ഫിനാൻസിയർ കഴിയാനും പോവുകയാണ്, വലിയ പ്രശ്നത്തിലാണ്. നമ്മുടെ ഭരണം തന്നെ നിന്നു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇനി എന്തുകൊണ്ട് നമ്മുടെ ബാലഗോപാൽ, നമ്മുടെ KN ബാലഗോപാൽ എന്നല്ലേ ഇദ്ദേഹത്തിന്റെ പേര്, ബാലഗോപാലിന് എന്തുകൊണ്ട് ഫിനാൻസ് മിനിസ്റ്റർ, കേന്ദ്ര ഫിനാൻസ് മിനിസ്റ്ററെ കാണാൻ പോകാൻ പറ്റുന്നില്ല എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അദ്ദേഹം ഓരോ മിനിറ്റിലും നമ്മുടെ പത്രങ്ങളിൽ കൂടെ പറയുന്ന ഒരു സാധനമുണ്ട്, കേന്ദ്രം തരുന്നില്ലേ, കേന്ദ്രം തരുന്നില്ലേ, കേന്ദ്രം തരുന്നില്ലേ. നമ്മളൊരാൾ ചർച്ചയ്ക്ക് പോകുമ്പോൾ ഇയാൾ സ്ഥിരം നമ്മളെപ്പറ്റി കള്ളം പറയുന്ന ഒരാളാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരാളെ കൊണ്ട് ചർച്ചയ്ക്ക് പോകാൻ സാധിക്കില്ല. അവരുടെ മുഖത്ത് പോലും നോക്കാൻ പറ്റൂല. ഇതാണ് അതിന്റെ പച്ചയായ സത്യം. 2, നമ്മുടെ സാമ്പത്തിക സ്ഥിതി മോശമായെങ്കിൽ ഡയറക്ട്ലി പിണറായി വിജയൻ അല്ല അതിന്റെ റെസ്പോൺസിബിൾ. നമ്മുടെ ധനകാര്യ മന്ത്രിയായ ഈ ബാലഗോപാൽ സാർ തന്നെയാണ് ഇതിന്റെ പ്രശ്നം. അപ്പൊ അദ്ദേഹം ചെയ്യാനുള്ളത് ചെയ്യുന്നുമില്ല. അദ്ദേഹത്തിന് എത്രയോ വർഷങ്ങളായിട്ട് ഇതിനെ നേരെയാക്കാൻ പറ്റുന്നില്ല. 10 വർഷമായില്ലേ ഏകദേശം ഒരേ തരത്തിലുള്ള ഭരണം ഉണ്ടായിട്ട്. എന്നിട്ടും അദ്ദേഹത്തിന് ചിലപ്പോൾ ഈ വർഷത്തിന്റെ ഇവരുടെ ടേം അവസാനിക്കാൻ പോവാണ്. എന്നിട്ടും ഒന്നും ക്രിയാത്മകമായി ചെയ്യാൻ പറ്റുന്നില്ല. സംസാരിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. തെറി പറഞ്ഞ് അവരുടെ മുന്നിൽ പോയി നിൽക്കാൻ പോലും പറ്റുന്നില്ല. നമുക്കൊരു റെപ്രസെന്റേറ്റീവ് ഉണ്ട്, KV തോമസ് സാർ. കഴിഞ്ഞ ദിവസം അവിടെ പോയി കണ്ടു. പക്ഷെ എന്ത് പറ്റി? ഒന്നും ചോദിച്ചപ്പോ ഒന്നും ഉത്തരം പറയാൻ പറ്റാതെ, ഒന്നും മിണ്ടാതെ. അപ്പൊ അവർ പറഞ്ഞൊരു കാര്യം, ഇതെല്ലാം കൊണ്ടുപോയിട്ട് വിശദമായ റിപ്പോർട്ടുമായിട്ട് വാ. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ മുഖ്യമന്ത്രി പോകുന്നത്. ഇനി അടുത്ത മുഖ്യമന്ത്രി പോകുന്നതിനും വലിയ പ്രസക്തിയുണ്ട്. ഒന്ന്, എന്താണ് ആ പ്രസക്തി? അതിന് ഗുണവും ദോഷവും ഉണ്ടെന്നാണ് ഒരു സ്ട്രാറ്റജിഷ്യൻ എന്ന നിലയിൽ എന്റെ അഭിപ്രായം. കാര്യം എന്ന് പറഞ്ഞാല്, ഒന്ന്, അദ്ദേഹത്തിന് ആ ഒരു വിലയുണ്ട്. വെറുതെ വായിട്ടടച്ച്
പിന്നെ ഇങ്ങനെ പറഞ്ഞിട്ടില്ലാത്തത് അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട്. അദ്ദേഹം കേന്ദ്രത്തിനെതിരെ അങ്ങനെ പറയാറില്ല. ഈ പറയുന്നതൊക്കെ അദ്ദേഹത്തിന്റെ ആസ്മാദികളും അണികളുമാണ്. ഇദ്ദേഹം വളരെ കെയർഫുൾ ആയിട്ടാണ് വാക്കുകൾ പ്രയോഗിക്കുക. പൊതുവെ പറയാറുണ്ട് കേന്ദ്രത്തിൽ തരാറില്ലെന്നൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് പറയാറുണ്ടെങ്കിലും വളരെ രൂക്ഷമായ പദപ്രയോഗങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ അദ്ദേഹം എലിജിബിൾ ആണ് സംസാരിക്കാൻ. രണ്ട്, മുഖ്യമന്ത്രി നേരിട്ട് പോകുന്നു എന്ന് പറയുമ്പം അതിന്റെ ഒരു യഥാർത്ഥമായ ഗതികേടാണ് പുറത്തു വരുന്നത്. അതായത് അതിന്റെ അടിയന്തരാവസ്ഥ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയുടെ യഥാർത്ഥ അടിയന്തരാവസ്ഥയും ദുരന്തവും ആണ് അതിനെ സൂചിപ്പിക്കുന്നത്. ഇനി ഒന്ന്. രണ്ട്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വിലയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോ ബാലഗോപാൽ ചെന്നിട്ട് ഒരു കാര്യം ഏറ്റിട്ട് വന്നാൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രിസഭയ്ക്ക് ഉറപ്പുണ്ടാവില്ല, കേന്ദ്രത്തിന് ഉറപ്പുണ്ടാവില്ല. നേരെ മറിച്ച് നമ്മുടെ പിണറായി വിജയൻ, മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയൻ തൽക്കാലം തിരുവായ്ക്ക് എതിർവായി ഇല്ലാത്ത പവർഫുൾ ആയിട്ടുള്ള ഒരു നേതാവ് ചെന്ന് അവിടെ ഒരു കമ്മിറ്റ്മെന്റ് നടത്തിയാൽ അത് അവർ വിശ്വസിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളോട് പറയുന്നത് പോലല്ല. അവിടെ ചെന്നിട്ട് മുഖ്യമന്ത്രി കേന്ദ്രത്തിനോട് ഒരു വാക്ക് പറഞ്ഞ് തെറ്റിച്ചാൽ ഭാവിയിലും ഇതുപോലെ കാര്യങ്ങൾ നേടാനുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തൽക്കാലം മുഖ്യമന്ത്രിക്ക് ആ ഒരു ഇതുണ്ട്. രണ്ട്, ആശയവിനിമയ പ്രശ്നം. ഇപ്പൊ നമ്മൾ ബാലഗോപാലിനോട് ഒരു കാര്യം പറയുകയാണ്, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞാൽ ബാലഗോപാലിന് അതിനകത്തൊരു ഉത്തരവും പറയാൻ പറ്റൂല. കാരണം ഇപ്പുറത്തിരിക്കുന്ന മറ്റൊരു പുലിയുണ്ട്. അപ്പൊ നേരെ മറിച്ച് പിണറായി വിജയനാകുമ്പോ മേലും കീഴും നോക്കാതെ ഓക്കെ അവര് പറയാണ് നിങ്ങൾക്ക്, ഞാൻ ചോദിക്കട്ടെ, ഇപ്പം മാത്രമല്ല ഇത് വിട്, നമ്മൾ ഇന്ത്യ ഫണ്ട് കടം ചോദിക്കുമ്പം അവര് കണ്ടീഷൻസ് വെക്കും, IMF കണ്ടീഷൻസ് വെക്കും, ഇല്ലേ? നിങ്ങൾ ഇന്ന കാര്യങ്ങൾ ശരിയാക്കാതെ നിങ്ങൾക്ക് കടം തരാൻ പറ്റില്ല, കാരണം നഷ്ടമുള്ള ഒരു സംവിധാനത്തിന് കടം കൊടുക്കാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. ഇതേപോലെ എത്രയോ നാളായിട്ട് കേരളം വളരെ ദയനീയമായ അവസ്ഥയിൽ നിൽക്കുന്നത് കൊണ്ട് കേരളം ഒരു കടം ചോദിക്കുമ്പോഴോ അല്ലെ കാര്യങ്ങൾ പറയുമ്പോഴോ ഞങ്ങൾക്ക് ഇനി സഹായം വേണമെന്ന് പറയുമ്പോഴോ അവർ ചില കണ്ടീഷൻസ് പറയും. അത് രാഷ്ട്രീയ കണ്ടീഷൻസ് അല്ല, നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അത് രാഷ്ട്രീയമായിട്ടുള്ള കണ്ടീഷൻസ് ആയിരിക്കുമെന്ന്. അപ്പൊ അവർ പറയും, ഇന്ന കാര്യങ്ങൾ നടന്നില്ല, നിങ്ങൾ ഇന്ന റിപ്പോർട്ടുകൾ തന്നില്ല, ഇന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്തില്ല, ഇതുകൊണ്ടാണ് ഈ പ്രശ്നം, അതുകൊണ്ട് ഇതൊക്കെ ശരിയാക്കാൻ പറ്റുമെന്ന് ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടെങ്കിൽ കാശ് തരാം. ഇങ്ങനെ പറയുമ്പോൾ അതിന് ഉറപ്പ് കൊടുക്കാൻ പോകുന്ന ഒരാളായിരിക്കണം നെഗോസിയേഷന് പോകേണ്ടത്. ഈ നെഗോസിയേഷനിലെ ഒരു ബേസിക് സങ്കല്പം, തീരുമാനമെടുക്കാൻ കഴിവുള്ള ഒരാളുമായിട്ട് മാത്രമേ ചർച്ചകൾ നടക്കുകയുള്ളൂ, പ്രത്യേകിച്ച് വലിയ ഉന്നതതല ചർച്ചകൾ നടക്കുകയുള്ളൂ. ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ ഇന്ന് കേരളത്തിന് വേണ്ടി ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്ന വേറൊരാളില്ല, വേറൊരു മന്ത്രി ഇല്ലെന്നുള്ളതാണ് നമ്മുടെ ഒരു സിസ്റ്റത്തിന്റെ ഒരു പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് ഈ പിണറായി വിജയൻ പോകുന്നതിനൊരു പ്രസക്തി. ഇനി എന്റെ അഭിപ്രായത്തെ പറയാം, തന്ത്രപരമായിട്ട് അവർക്കും അതുകൊണ്ട് സർക്കാരിന്, കേന്ദ്ര സർക്കാരിന് പിണറായി വിജയനോട് മാത്രം സംസാരിക്കാനായിരിക്കും താല്പര്യം. ഇനി പിണറായി വിജയൻ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്താണ്? ഇപ്പോഴത്തെ ഈ സമ്മേളനം കഴിഞ്ഞു, CPMന്റെ സംസ്ഥാന സമ്മേളനം കഴിഞ്ഞ് അതിന്റെ എതിരില്ലാത്ത നേതാവായി തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അദ്ദേഹത്തെ അടുത്ത അവരുടെ ഇലക്ഷന്റെ നേതാവായിട്ട്, അടുത്ത വരാൻ പോകുന്ന ഇലക്ഷന്റെ 3-ാം വട്ടം പിടിക്കാനും ഉള്ള ആളായിട്ടാണ് അദ്ദേഹത്തെ അവർ പ്രൊജക്ട് ചെയ്യുന്നത്. അത് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ഇത് അരക്കിട്ടുറപ്പിക്കാൻ ഉള്ള പിണറായി വിജയനുള്ള ഒരു വലിയ അവസരമാണ് ഈ ചർച്ച. എന്തുകൊണ്ടെന്നാൽ ഓക്കെ, KV തോമസ് പോയി നടന്നില്ല, ഇങ്ങേര് പോയാൽ ഒന്നും നടക്കൂല, ഞാനാണ് കേരളത്തിന് വേണ്ടി കേന്ദ്രത്തോട് സംസാരിക്കാൻ പോകുന്നത്, എനിക്ക് മാത്രമേ അതിനുള്ള കപ്പാസിറ്റി ഉള്ളൂ എന്ന് പിണറായിയുടെ അണികളെയും മാർക്സിസ്റ്റ് പാർട്ടിയെയും കേരളത്തിലെ മറ്റ് ജനങ്ങളെയും ബോധ്യപ്പെടുത്താനുള്ള ഏറ്റവും നല്ല സുവർണാവസരമാണ് പിണറായി വിജയന്റെ മുന്നിൽ ഇപ്പൊ വന്നിരിക്കുന്നത്. പ്രൊവൈഡഡ് അദ്ദേഹത്തിന് കാര്യങ്ങൾ കേന്ദ്രത്തിനെ പറഞ്ഞ് മനസ്സിലാക്കി കാര്യങ്ങൾ നടത്തിയെടുക്കാൻ നോക്കി. എന്തൊക്കെയാണ് ആവശ്യം? ഇതിനകത്ത് മറ്റൊരു വലിയ പ്രശ്നങ്ങളും കൂടെ ഉണ്ടായിരുന്നു, നമ്മൾ ശ്രദ്ധിക്കാതെ പോയത്. 2017 GST വന്നപ്പം 5 വർഷത്തേക്ക് നഷ്ടപരിഹാരം എന്നൊരു സങ്കല്പമുണ്ട്. ഇത് കേരളത്തിന് വേണ്ടി മാത്രമുള്ളതല്ല, എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉണ്ടായിരുന്നു. പക്ഷെ അത് നിയന്ത്രിതമായിരുന്നു. 2022 എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് കേരളത്തിന് മാത്രമല്ല എല്ലാ സംസ്ഥാനങ്ങൾക്കും ഉള്ള ഈ കോമ്പൻസേഷൻ നിർത്തിവെച്ചു. ഇതാണ് കേരളത്തിന് വലിയ ഒരു അടിയായി പോയത്. നമുക്ക് GST കൂടുതൽ പിരിക്കാൻ അറിയാമെങ്കിലും GSTക്ക് അനുസരിച്ചുള്ള ടാക്സ് നമ്മുടെ ഇതിലോട്ട് വരുന്നില്ല. നമ്മൾ ടാക്സ് പിരിക്കുന്നതിൽ വളരെ ഇൻഎഫിഷ്യന്റ് ആണ് കേരളം. ഇതൊക്കെയാണ് നമ്മുടെ ധനകാര്യ മന്ത്രിക്ക് പറ്റിയ അടി. അതായത് ഉള്ള കാര്യത്തിൽ നിന്ന് പോലും പിരിച്ചെടുക്കാൻ പറ്റുന്നില്ല, പലരെയും പ്രീതിപ്പെടുത്താൻ ഉള്ള ഒരു ഗതികേടിൽ അത് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോ തൽക്കാലം മുഖ്യമന്ത്രിക്ക്, ഇനി മുഖ്യമന്ത്രി കാര്യം നടത്തിയില്ലെങ്കിൽ ഇത് മുഖ്യമന്ത്രിക്ക് വലിയ അടിയായി മാറുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ജീവൻ മരണ പോരാട്ടമാണ് എന്നാണ് ഞാൻ വിചാരിക്കുക. കാരണം ഇത് സാധിച്ചു വന്നാൽ ഉഗ്രൻ, അദ്ദേഹത്തിന് ഗുണമുണ്ടാവും, കേരളത്തിന് ഗുണമുണ്ടാവും. കേരളത്തിന്റെ അടിസ്ഥാനപരമായിട്ട് എന്താ, ഇനി ഇപ്പൊ പെട്ടെന്ന് ഇലക്ഷൻ വരികയാണ്,
അപ്പൊ അദ്ദേഹത്തിന് ഉടനെ ശമ്പളം കൊടുക്കണം, ക്ഷേമ പ്രവർത്തനം നടത്തണം, പെൻഷൻ കൊടുക്കണം, പല ബില്ലുകളും സെറ്റിൽ ചെയ്യണം. ഈ ഗവൺമെന്റ് ഒരു സ്റ്റാൻഡ് സ്റ്റിൽ അവസ്ഥയിൽ നിന്ന് മുന്നോട്ട് പോകണം. ഇതാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. അത് പിണറായി വിജയന് നടത്തിയെടുക്കാൻ പറ്റണം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് അദ്ദേഹത്തിന്റെ ഭാവിയിലേക്കുള്ള ഒരു രാഷ്ട്രീയ ഇതിനകത്ത് ഒരു തൂവൽ കൂടി ആകാനാണ് സാധാരണഗതിയിൽ സാധ്യത. എന്നുവെച്ചാൽ കേന്ദ്ര സർക്കാരിനും ഒരു സംസ്ഥാനം കുത്തുവാള എടുക്കാൻ താല്പര്യമില്ല. അതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എന്നാലും പിന്നെ ചെയ്യേണ്ട കാര്യങ്ങൾ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. പിന്നെ മാത്രമല്ല, നമ്മുടെ വയനാടില് അനുവദിച്ചിരിക്കുന്ന പൈസ ഈ മാർച്ചിനകത്ത് തീർക്കണമെന്നാണ്. അതിനൊരു എക്സ്റ്റൻഷൻ ചോദിക്കേണ്ടി വരും. അപ്പൊ അതൊക്കെ പിന്നെ മാത്രമല്ല, ഒരു പറ്റുമെങ്കിൽ ഒത്തു വന്നു കിട്ടിയാൽ സിൽവർ ലൈൻ നടത്തിയെടുക്കാനുള്ള എന്തെങ്കിലും മാർഗം അവർ സമ്മതിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത ഇലക്ഷനിൽ ഒരു പ്രൊജക്ട് ചെയ്യാൻ പറ്റിയ ഒരു വലിയ നല്ല കാര്യമാണ്. അപ്പൊ ഒന്നും കാണാതൊന്നുമല്ല, വലിയ വലിയ സ്വപ്നങ്ങളുമായിട്ടായിരിക്കണം. ഇന്നേ ഓൾറെഡി അദ്ദേഹം ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞു. ഇപ്പൊ സിൽവർ ലൈനും ഭംഗിയായിട്ട് വന്നാൽ കേരളത്തിന് നല്ലത് തന്നെയാണ്. ഇപ്പൊ മെട്രോ, കൊച്ചിയിലെ മെട്രോ നഷ്ടത്തിലായിരിക്കും എന്ന് പറഞ്ഞ് ഇപ്പോൾ ലാഭത്തിലാണ് ഓടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ സംസ്ഥാനം വികസിക്കേണ്ടത് പ്രസക്തം തന്നെയാണ് എന്ന് തന്നെയാണ് എന്റെ വിശ്വാസം. ഈ ചർച്ച ഭംഗിയായിട്ട് ഉരുത്തിരിഞ്ഞ് കേരളത്തിന് ഗുണമുണ്ടാവട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.